നമസ്കാരം. IPL മെഗാ താരലേലം പൂർത്തിയായതോടെ ക്രിക്കറ്റ് ലോകം ഇനി അടുത്ത സീസണിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. പുതിയ സീസണിൽ 10 ഫ്രാഞ്ചൈസികളുടെയും ലൈനപ്പ് എങ്ങനെയായിരിക്കുമെന്ന് ഏറെക്കുറെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസും ലേലത്തിൽ ഏറെക്കുറെ സജീവമായി പങ്കാളികളായിരുന്നു. ചില മികച്ച കളിക്കാരെ ടീമിലെത്തിക്കാൻ സാധിക്കുകയും ചെയ്തു. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ 2 ദിവസങ്ങളിലായി നടന്ന ലേലത്തിൽ ആകെ 14 കളിക്കാരെയാണ് റോയൽസ് സ്വന്തമാക്കിയത്. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ അടക്കം 6 താരങ്ങളെ ലേലത്തിന് മുൻപ് തന്നെ അവർ നിലനിർത്തുകയും ചെയ്തിരുന്നു. യശസ്വി ജയ്സ്വാൾ, റയാൻ പരാഗ, ധ്രുവ് ജുറേല, സന്ദീപ് ശർമ്മ എന്നിവരാണ് നിലനിർത്തപ്പെട്ട മറ്റ് കളിക്കാർ. ലേലത്തിൽ റോയൽസ് വാങ്ങിയ സർപ്രൈസ് താരം 13-കാരനായ വൈഭവ് സൂര്യവംശിയായിരുന്നു. ഇതിനോടകം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിലെ സെൻസേഷനായി മാറിയ ഈ താരത്തെ 1,10,00,000 രൂപയ്ക്കാണ് റോയൽസ് ടീമിലെത്തിച്ചത്. എന്നാൽ ചില താരങ്ങളെ വാങ്ങിയതിലൂടെ മണ്ടത്തരവും റോയൽസിന് പറ്റിയിട്ടുണ്ട്. ലേലത്തിൽ അവർക്ക് ഒഴിവാക്കാമായിരുന്ന കളിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രീലങ്കൻ സ്പിന്നറായ മഹിഷ തീക്ഷ്ണയെ 4,40,00,000 രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് മെഗാലേലത്തിൽ സ്വന്തമാക്കിയത്. ലേലത്തിന് മുൻപ് ഇന്ത്യയുടെ സ്റ്റാർ സ്പിൻ ജോഡികളായ ആർ അശ്വിനെയും യുസ്വേന്ദ്ര ചഹലിനെയും റോയൽസ് കൈവിട്ടിരുന്നു. ഇതിന് പകരമാണ് തീക്ഷ്ണയെയും ശ്രീലങ്കയുടെ തന്നെ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ വനിന്ദു ഹസരംഗയെയും അവർ ലേലത്തിൽ ടീമിലെത്തിച്ചത്. ഇവരെ കൂടാതെ ഇന്ത്യൻ അൺക്യാപ്ഡ് സ്പിന്നറായ കുമാർ കാർത്തികേയ സിംഗിനെയും റോയൽസ് വാങ്ങിയിരുന്നു. എന്നാൽ IPL അധികം അനുഭവ സമ്പത്തില്ലാത്ത താരങ്ങളിൽ ഒരാളായ തീക്ഷ്ണയ്ക്കായി 5 കോടിയോളം രൂപ മുടക്കിയത് ഒരുപക്ഷെ അബദ്ധമായേക്കും. ഒന്നാമതേ, രാജസ്ഥാൻ റോയൽസിന്റെ പേഴ്സിൽ ഏറ്റവും കുറവ് പണമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് തീക്ഷ്ണയ്ക്ക് വേണ്ടി 5 കോടി രൂപ മുടക്കിയിട്ടുള്ളത്. മാത്രമല്ല, വളരെ മോശം ഫീൽഡറും കൂടിയാണ് താരമെന്ന് പറയാതിരിക്കാനാകില്ല. തീക്ഷ്ണയ്ക്ക് പകരം ഒരു സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർക്കായി റോയൽസിന് ശ്രമം നടത്താമായിരുന്നു. രാജസ്ഥാൻ റോയൽസ് ലേലത്തിൽ കാണിച്ച രണ്ടാമത്തെ മണ്ടത്തരം ഇന്ത്യൻ പേസറായ തുഷാർ ദേശ്പാണ്ഡെയെ വാങ്ങിയതാണ്. 6.5 കോടി എന്ന വലിയ തുകയാണ് ഇതിനു വേണ്ടി അവർ ചിലവാക്കിയത്. നേരത്തെ ചെന്നൈ സൂപ്പർ കിങ്സിനായി അദ്ദേഹം ഭേദപ്പെട്ട പ്രകടനം നടത്തിയെന്നത് ശരി തന്നെയാണ്. പക്ഷേ തുഷാറിന്റെ സ്ഥിരതയില്ലായ്മയും ഡെത്ത് ഓവറുകളിലെ ബൗളിംഗുമെല്ലാം ആശങ്കയുണ്ടാക്കുന്നതാണ്. സമ്മർദ്ദഘട്ടങ്ങളിൽ റോയൽസിന് ഇത് വലിയ തിരിച്ചടിയാകുമെന്ന് പറയാതിരിക്കാനാകില്ല. ആകാശ് മധ്വാൾ, സന്ദീപ് ശർമ്മ എന്നിവർ ടീമിലുള്ള സ്ഥിതിക്ക് ഇത്ര വലിയ തുകയ്ക്ക് തുഷാറിനെ വാങ്ങേണ്ടിയിരുന്നില്ല എന്നും പറയാതെ വയ്യ. ഈ ഒരു വിലയ്ക്കൊത്ത പ്രകടനം കളിക്കളത്തിൽ താരത്തിന് പുറത്തെടുക്കാനാകുമോ എന്ന കാര്യം സംശയകരം തന്നെയാണ്. ഇംഗ്ലീഷ് സ്റ്റാർ പേസർ ജോഫ്ര ആർച്ചറിനെ വലിയ തുകയ്ക്ക് വാങ്ങിയതാണ് രാജസ്ഥാൻ റോയൽസ് കാണിച്ച 3ാമത്തെ അബദ്ധം. നേരത്തെ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിനായി 12.5 കോടി രൂപയാണ് റോയൽസ് വാരിയെറിഞ്ഞത്. ട്രെന്റ് ബോൾട്ടിന് പകരം റോയൽസിന്റെ പേസാക്രമണത്തിന് ചുക്കാൻ പിടിക്കുക എന്ന വലിയ ദൗത്യമാണ് ആർച്ചർക്ക് ഉള്ളത്. പക്ഷേ പരിക്കുകൾ നിരന്തരം വേട്ടയാടിയിട്ടുള്ള കരിയറാണ് ആർച്ചറുടേത്. 2 വർഷത്തോളം പരിക്ക് കാരണം താരം കളത്തിന് പുറത്തായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ IPL മുംബൈ ഇന്ത്യൻസിനൊപ്പം തിരിച്ചുവരവ് നടത്തിയെങ്കിലും പഴയ ആർച്ചറുടെ നിഴൽ മാത്രമേ കണ്ടുള്ളൂ. മുംബൈ ബോളിംഗ് നിരയിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാൻ അദ്ദേഹത്തിനായിരുന്നില്ല. ഇങ്ങനെ ഒരാളെ 13 കോടിയോളം രൂപ മുടക്കി റോയൽസ് വാങ്ങിയത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. റോയൽസിന്റെ ഈ ഒരു തീരുമാനം ശരിയായിരുന്നോ എന്ന് കാത്തിരുന്നതിനെ കണ്ടറിയേണ്ടതുണ്ട്.